മംഗലം ഡാം ടൂറിസ്റ്റ് വികസനത്തിന് പ്രത്യേക പാക്കേജ്. ലഹരി വിരുദ്ധ പരിപാടികൾ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വികസനത്തിന് തുടക്കം കുറിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ്. മംഗലം ഡാം ഗാർഡനും പരിസരവും നിലവിൽ കാര്യമായ പരിഗണനയില്ലാതെ കിടക്കുകയാണ്. നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കേന്ദ്രത്തിൽ വലിയ വികസന പദ്ധതികളാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ശാരദാ ഗോപിനാഥ് UTVയോട് പറഞ്ഞു. ഞാൻ ശാരദാ ഗോപിനാഥ്, വണ്ടാഴി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 2005-10 വണ്ടാഴി പഞ്ചായത്ത് മെമ്പറായിരുന്നു. 10-15 കാലഘട്ടത്തിൽ വൈസ് പ്രസിഡൻ്റായിട്ടും ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ് മംഗലം ഡാം ടൂറിസം. അതുപോലെ ആലിങ്കൽ വെള്ളച്ചാട്ടം കടപ്പാറയിലുള്ളത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനെ ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ, ടൂറിസ്റ്റുകാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള പദ്ധതിയുമായിട്ട് അത് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് അതിനുള്ള വലിയ ഫണ്ട് നമുക്ക് ആവശ്യമാണ്. അതിനുള്ള ഫണ്ട് കണ്ടെത്തി അത് നല്ലൊരു പദ്ധതിയായിട്ട് വണ്ടാഴി പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണത്. അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മുടപ്പല്ലൂർ ഭാഗത്തെ പതിവായുള്ള വെള്ളക്കെട്ടിനും പരിഹാരം കാണും. ആലിങ്കൽ വെള്ളച്ചാട്ടത്തിനും പ്രത്യേക പരിഗണന നൽകും. പാലിയേറ്റീവ് രോഗികളുടെ പരിചരണം, യുവാക്കളുടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം തുടങ്ങിയവ നടപ്പാക്കുമെന്ന് ശാരദ അറിയിച്ചു. നമ്മുടെ വണ്ടാഴി പഞ്ചായത്തിൽ ഇന്ന് ഏറ്റവും പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് മുടപ്പല്ലൂർ ടൗണിലെ വെള്ളക്കെട്ട്. അതിൽ പല പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് വലിയ എമൗണ്ട് വേണ്ട ഒരു പദ്ധതിയും കൂടെയാണ്. PWDയും കൂടെ ആലോചിച്ചതിന് ശേഷം അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ മുൻതൂക്കം പഞ്ചായത്ത് നൽകും. അതോടൊപ്പം തന്നെ ഈ മുടപ്പല്ലൂർ ജെസിയ ഓഡിറ്റോറിയം തുടങ്ങി ചക്കാന്തറ വരെയുള്ള റോഡുകളിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പും പോലീസുമായിട്ട് ആലോചിച്ചിട്ട് അതിന് വേണ്ട നടപടികളും കൂടെ സ്വീകരിക്കും. ഇന്നത്തെ യുവതലമുറ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, കുട്ടികളിൽ കാണുന്ന ലഹരി, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത, മദ്യം, മയക്കുമരുന്ന് എല്ലാം വളരെയേറെ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ട്, കാരണം നമ്മുടെ ഏറ്റവും നമ്മൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. ഇന്നത്തെ തലമുറ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള പരിപാടികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് യുവാക്കളിൽ നിലനിൽക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലും നമ്മുടെ കായിക അധ്വാനം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം ഇന്നത്തെ യുവതലമുറ നേരിടുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുക, അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതായത് അവർക്ക് ഇവിടെ ഒരു സ്പോർട്സ് കളിക്കളം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ വണ്ടാഴി പഞ്ചായത്തിലുണ്ട്. അതിന് സ്ഥലം കണ്ടെത്തി MLAയുമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ട് കണ്ടെത്തുവാനും ഒരു കളിക്കളം ഉണ്ടാക്കിയെടുക്കുവാനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകും. ഇത് 3ാം തവണയാണ് ശാരദാ ഗോപിനാഥ് പഞ്ചായത്ത് അംഗമാകുന്നത്. 2010-15 കാലത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ഈ വണ്ടാഴി പഞ്ചായത്തിൻ്റെ ഭരണസമിതി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഈ എല്ലാ വാർഡുകളിലും പൊതുവായിട്ടുള്ള വികസനം നടത്താനാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതി കൂട്ടായ ശ്രമം നടത്തും. അതിന് എല്ലാവരുടെയും, ഭരണസമിതി അംഗങ്ങളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UTV ന്യൂസ്, പാലക്കാട്.